ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നഷ്ടമായ 8 മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. തോൽവികൾ നിരന്തരമായി ഏറ്റുവാങ്ങുന്ന ആലത്തൂരിൽ ഫുട്ബോൾ താരം IM വിജയനെയും പാലക്കാടും ആറ്റിങ്ങലിലും സിറ്റിംഗ് MLA-മാരെയും കളത്തിലിറക്കാനാണ് നീക്കം. CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ പോലും ശക്തമായ മത്സരത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. തുടർച്ചയായി തോൽവി നേരിടുന്ന ആലത്തൂരിൽ ഫുട്ബോൾ താരം IM വിജയനെ പരീക്ഷിക്കാനൊരുങ്ങുന്നതും അതുകൊണ്ടാണ്. 37,312 വോട്ടിനായിരുന്നു തോൽവി. വിജയനുമായി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ആറ്റിങ്ങലിൽ കോന്നി MLA അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാൻ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയതാണ്. ഈഴവ സമുദായ സ്വാധീനവും ശബരിമല വിഷയത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ തോറ്റ 8 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് തൃശൂരും ചാലക്കുടിയും ഇടുക്കിയും കണ്ണൂരും. അതുകൊണ്ട് തന്നെ അതീവ കരുതലോടെയായിരിക്കും ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം. തൃശൂരിൽ TN പ്രതാപൻ, VM സുധീരൻ, PC ചാക്കോ പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചാലക്കുടിയിൽ VM സുധീരൻ, K ബാബു, ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായേക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ഡീൽ കുര്യാക്കോസിന്റെ പേര് തന്നെ ഉയർന്നും വരും. വർഷങ്ങളായി LDF-ന്റെ കൈവശമുള്ള കാസർഗോഡ് കഴിഞ്ഞ തവണ 6,921 വോട്ടുകൾക്കായിരുന്നു നഷ്ടമായത്. P കരുണാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോറ്റ പാലക്കാട് ഷാഫി പറമ്പിൽ MLA-യെ രംഗത്തിറക്കി തിരിച്ചുപിടിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.